അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മെയിൻ ഡിഷാണ്. കബ്സയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ബീഫ് കബ്സയാണിത്. വളരെ വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഡിഷാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണിത്. ഞാൻ ഇതിനു മുൻപും ചിക്കൻ കബ്സയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രഷർ കുക്കറിലും റെഗുലർ പാനിലും ഉണ്ടാക്കുന്ന ചിക്കൻ കബ്സയുടെ വീഡിയോ ആണിത്. എന്നാൽ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ബീഫ് കബ്സ പ്രഷർ കുക്കറിലാണ്. ഈസിയായി തയ്യാറാക്കി എടുക്കാം. എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഇത്. നല്ലൊരു മെയിൻ ഡിഷായി നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതുമാണ്. നമുക്കിങ്ങനെ വളരെ വളരെ ഈസിയായി ഈ ബീഫ് കബ്സ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി കബ്സ കിറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. 1 കിലോയുടെ കബ്സ കിറ്റാണിത്. ഇതിൽ വെജിറ്റബിൾസും ബീഫും ഒഴികെ എല്ലാ ഐറ്റംസും ഉണ്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് സവാളയും തക്കാളിയും ബീഫും എല്ലാം മതി. ബാക്കി എല്ലാം ഈ കിറ്റിന്റെ അകത്ത് തന്നെ ഉണ്ടായിരിക്കും. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ കബ്സ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണ് ഈ കബ്സ കിറ്റ് ഉപയോഗിക്കുന്നത്. ഞാൻ ബ്രാൻഡ് ഒന്നും നോക്കാറില്ല. സാധാരണ ഞാൻ ബസ്മതി അരി ഉപയോഗിച്ചാണ് കബ്സയെല്ലാം ഉണ്ടാക്കിയെടുക്കാറ്. അത് കുറച്ച് റേറ്റ് കൂടുന്നതാണ്. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ കബ്സ കിറ്റ് ഉപയോഗിച്ച് കബ്സ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നായി പ്രിപ്പറേഷൻസ് ചെയ്യാം. ആദ്യം ഞാൻ 5 മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളിയെ ഞാൻ നന്നായി തിളപ്പിച്ചെടുക്കാണ്. തിളച്ചതിന് ശേഷം ഇതിന്റെ തൊലിയും സീഡ്സും കളഞ്ഞതിന് ശേഷം നന്നായി അരച്ചു വെക്കണം. അടുത്തതായി കബ്സയുടെ റൈസാണിത്. ഈ റൈസിനെ ഞാൻ വലിയൊരു ബൗളിലോട്ട് എടുക്കുന്നുണ്ട്. ഇതിനെ നന്നായി കഴുകിയതിന് ശേഷം നമുക്കിതിനെ സോക്ക് ചെയ്ത് വെക്കാം. ഇതിനെ ഞാൻ 1.5 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം. 1 കിലോ അരിയിലോട്ട് 1.5 കിലോ വരെ ബീഫ് ഉപയോഗിക്കാം നമുക്ക്. ഈ ബീഫിനെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ഉപ്പ് ചേർത്താണ് വേവിച്ചെടുക്കുന്നത്. വേണമെങ്കിൽ ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ വരെ കബ്സ മസാലയും ചേർക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ ചേർക്കുന്നില്ല. ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇതിലോട്ട് വെള്ളം ഒഴിക്കുന്നില്ല. അങ്ങനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ബീഫ് വേവിച്ചെടുക്കുന്നത് പോലെ വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ പോകട്ടെ. അതിനുശേഷം ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം. 3-4 വിസിൽ പോകണം. ബീഫ് നന്നായി തന്നെ വെന്ത് വരണം. ഈ ബീഫിന് പകരമായിട്ട് മട്ടൻ ഉപയോഗിക്കാം. മട്ടൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേ മെത്തേഡ് തന്നെ ചെയ്താൽ മതി. ഇത് കിറ്റിലെ ബാക്കി ഐറ്റംസ് ആണ്. ഇത് ഈ പാക്കറ്റിലുള്ള ഓയിലാണ്. വേറെ ഓയിലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കബ്സ പൗഡർ ആണിത്. ഇത് അറേബ്യൻ സ്പൈസസ് ആണ്. പിന്നെ ഒരു ബ്ലാക്ക് ലെമൺ, മാഗി ക്യൂബ്, അതുപോലെ ടൊമാറ്റോ കെച്ചപ്പിന്റെ ചെറിയൊരു പാക്കറ്റ് ഉണ്ട്. നമ്മുടെ ബീഫ് വെന്ത് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച ടൊമാറ്റോ ആണിത്. ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ തൊലിയും സീഡ്സും കളഞ്ഞതിന് ശേഷം നന്നായി അരച്ചു വെക്കാം. ഇതിന് കൂടെ തന്നെ ഞാൻ കബ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സൈഡ് ഡിഷ് ആയിട്ടുള്ള സലാത്തഹറ ഉണ്ടാക്കുകയാണ്. പല രീതിയിലുള്ള സലാത്തഹറകളുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വളരെ വളരെ സിമ്പിൾ ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സലാത്തഹറയാണ് ഉണ്ടാക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് 3നെയും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇടുകയാണ്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും വിനാഗിരിയും ചേർക്കണം. നന്നായി അരച്ചെടുക്കാം. നമ്മുടെ സലാത്തഹറ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കിയെടുത്തതാണ്. ഓരോ സലാത്തഹറയ്ക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഈ കബ്സയ്ക്ക് സലാത്തഹറ ചേർത്ത് കഴിച്ചാൽ മാത്രമേ കബ്സയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്കിതിനെ അടച്ചു വെച്ച് മാറ്റി വെക്കാം. നമ്മുടെ ബീഫും കുക്കായി വന്നിട്ടുണ്ട്. ഈ ബീഫിൽ നിന്നും പീസസുകളെ ഞാൻ എടുത്ത് മാറ്റിയാണ്. ഇതിന്റെ ഗ്രേവി മാറ്റി വെക്കാം. ഈ ഗ്രേവിയിലാണ് കബ്സ തയ്യാറാക്കിയെടുക്കുന്നത്. ഞാൻ ഈ പ്രഷർ കുക്കറിൽ തന്നെയാണ് കബ്സ ഉണ്ടാക്കുന്നത്. നമ്മുടെ സ്പൈസസിനെ എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കബ്സ കിറ്റ് അല്ല ഉപയോഗിക്കുന്നത് എങ്കിൽ 1 കിലോ കബ്സയിലോട്ട് 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു ബ്ലാക്ക് ലെമൺ, ഒരു ചിക്കൻ സ്റ്റോക്ക് അല്ലെങ്കിൽ മാഗി ക്യൂബ്, ഒരു പാക്കറ്റ് കബ്സ മസാല ഏകദേശം 2 ടേബിൾ സ്പൂൺ വരും. ഇത് അവിടെ പ്രഷർ കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. നേരത്തെ ഉള്ള ആ ഒരു പാക്കറ്റ് എണ്ണയാണ് ഇവിടെ ഒഴിക്കുന്നത്. 1/4 കപ്പോളം എണ്ണ വേണ്ടിവരും. ഇനി സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/4 കപ്പോളം വേണ്ടിവരും. ഇനി ഇതിലോട്ട് ഞാൻ സവാള ചേർക്കാണ്. 2 മീഡിയം സൈസുള്ള സവാള ചേർക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഈ കബ്സയിലൊന്നും അധികം സവാള ചേർക്കാറില്ല. ചെറിയൊരു പീസ് ചേർക്കാറുള്ളൂ. ഇന്ന് ഞാൻ കുറച്ച് അധികം തന്നെ ചേർക്കുന്നുണ്ട്. അടുത്തതായി ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാണ്. ഇവിടെ ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി ചേർക്കുകയും ചെയ്യാം. പക്ഷെ ഈ കബ്സയിൽ ഞാൻ അത് ചേർക്കുന്നില്ല. നന്നായി വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ. നമ്മുടെ സവാളയെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മാഗി ക്യൂബ് ചേർക്കാം.
അതുപോലെ തന്നെ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സ്പൈസസ് എല്ലാം ചേർക്കാം. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് വേണം നമ്മുടെ കബ്സയുടെ പൗഡർ കൂടെ ചേർക്കാൻ. നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിനെ. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇത് ബീഫ് സ്റ്റോക്കാണ്, ബീഫ് വേവിച്ചെടുത്തതാണ്. ഇനി ഇതിലോട്ട് ആവശ്യാനുസരണം വെള്ളം ഒഴിക്കാം. ഞാൻ എടുത്ത അളവ് കപ്പിന് 4 കപ്പ് റൈസ് ഉണ്ട് 1 കിലോയില്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ 7 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. സാധാരണ 8 കപ്പ് എടുക്കാം, പക്ഷെ 7 കപ്പ് ഞാൻ വെള്ളം എടുക്കുന്നുണ്ട്. 1.5 മണിക്കൂറോളം ഞാൻ ഈ കബ്സ റൈസിനെ സോക്ക് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിനെ നമുക്ക് കുക്കറിലോട്ട് ഒഴിക്കാം. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ പ്യൂരിയാണ്. ഈ ടൊമാറ്റോ പ്യൂരിയെ നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിനെ. നമുക്കിതിലോട്ട് ഉപ്പ് ചേർക്കാം. സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉപ്പ് ഒന്ന് മുന്നിട്ട് നിൽക്കണം, എന്നാലേ കബ്സയിൽ നല്ല ഉപ്പ് ഉണ്ടായിരിക്കുള്ളൂ. ഇനി ഇതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ സോക്ക് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള റൈസും ചേർക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി കബ്സ കുക്കായി വന്നാൽ മാത്രം മതി, ഈസിയായി റെഡിയാക്കി എടുക്കാവുന്നതാണ്. 2 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ ഇതിനെ വേവിച്ചെടുക്കുന്നത്. 1 വിസിൽ വന്നു, അടുത്ത വിസിൽ കൂടെ വരട്ടെ. പ്രഷർ പോയതിനു ശേഷം നമുക്ക് കുക്കർ തുറക്കാം. നമ്മുടെ കുക്കർ തുറന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കബ്സയുടെ. റൈസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ ഇതിനെ മിക്സ് ചെയ്തെടുക്കാറ്. 5 മിനിറ്റിന് ശേഷം ഞാൻ ഇതിനെ വലിയൊരു കാസറോളിലോട്ട് മാറ്റാണ്. 1.5 കിലോ വേവിച്ചെടുത്തിട്ടുള്ള റൈസ് എല്ലാം വെക്കാവുന്ന ഒരു കാസറോളാണിത്. ഇതിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാണ്. പ്രഷർ കുക്കറിൽ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് വെള്ളം അധികമാകും, എന്നാലും ഒരു കുഴപ്പമില്ല. കുറച്ച് സമയം ഒന്ന് തുറന്നു വെച്ചാൽ വെള്ളം എല്ലാം വറ്റിപ്പോകും. നമ്മുടെ കബ്സ നല്ല ഡ്രൈ ആയിട്ട് വരും. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യണം. ഞാൻ ഈ കാസറോളിലോട്ട് മാറ്റാനുള്ള കാരണം തന്നെ അതാണ്. മിക്സ് ചെയ്ത ഉടൻ തന്നെ ഞാൻ ഇതിനെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിനെ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കബ്സ തയ്യാറായിട്ടുണ്ട്. പ്രഷർ കുക്കർ ഉപയോഗിച്ച് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ള കബ്സയാണിത്. നല്ല ടേസ്റ്റ് ആണിത്. വളരെ സിമ്പിളായി ഉണ്ടാക്കാവുന്ന ഒരു സലാട്ടഹാറയുടെ കൂടെയാണ് ഞാൻ ഈ കബ്സ സെർവ് ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. Thanks for watching.